രാജ്യത്തെ രാജ്ഭവനുകളുടെ പേരുകൾ മാറുകയാണ്. രാജ്ഭവൻ എന്നതിന് പകരം ലോക് ഭവൻ എന്നാണ് ഈ പേരുകൾ മാറ്റുന്നത്. നിലവിൽ പശ്ചിമ ബംഗാളിലെ രാജ്ഭവൻ്റെ പേര് ലോക് ഭവൻ എന്ന് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പശ്ചിമ ബംഗാളിലെ ഗവർണർ അദ്ദേഹം മലയാളിയാണ്. CV ആനന്ദബോസാണ് പശ്ചിമ ബംഗാളിലെ ഗവർണർ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വളരെ പെട്ടെന്ന് തന്നെ ആ മാറ്റത്തെ ഉൾക്കൊണ്ടത്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ കേരളത്തിലെ രാജ്ഭവനും പേര് മാറ്റുകയാണ്. കേരളത്തിലെ രാജ്ഭവനും ലോക് ഭവൻ ആകാൻ പോവുകയാണ്. ഗവർണർ രാജേന്ദ്ര അലേർക്കർ അത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം നടത്താൻ തയ്യാറെടുക്കുകയാണ്. എന്തായാലും ഈ രാജ്ഭവൻ എന്ന് പറയുമ്പോൾ രാജാവിൻ്റെ വസതി എന്നുള്ളതാണ്. അതൊരു രാജകീയമായ വസതി എന്ന് പറയുമ്പോൾ ലോക് ഭവൻ എന്നതിലേക്ക് അത് മാറുമ്പോൾ ജനങ്ങളുടെ വസതി എന്നതാണ് ആ മാറ്റം. ആ മാറ്റത്തിൻ്റെ കാരണം എന്ത് എന്നതൊക്കെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. അതിനു മുമ്പ് നമ്മുടെ രാജ്ഭവൻ മാറുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചില ഇന്നലകൾ ഒന്ന് ഓർത്തെടുക്കേണ്ടതായി വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടേതൊരു ഫെഡറൽ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തേത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ സംവിധാനമുണ്ട്, സംസ്ഥാനങ്ങൾക്ക് ഭരണ സംവിധാനമുണ്ട്. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് പ്രധാനപ്പെട്ട ഭരണത്തലവൻ എന്ന് പറയുമ്പോൾ പോലും ഒരു സംസ്ഥാനത്തിൻ്റെ നാഥൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഗവർണറെയാണ്. ആ ഗവർണറുടെ ഔദ്യോഗികമായ ഇടം തന്നെയാണ് രാജ്ഭവൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. പക്ഷേ കേരളപ്പിറവിയുടെ സമയത്ത് അതായിരുന്നു സാഹചര്യം എന്നതാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പോകുന്ന ഡേറ്റകൾ. അതായത് രാജ്ഭവൻ റീബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ ചരിത്രത്തിലേക്ക് വളരെ പെട്ടെന്ന് പോകുന്നു എന്നുള്ളത് 1956 നമുക്ക് 3 രാജ്ഭവനുകൾ ആണ് ഉണ്ടായിരുന്നത്. ആ രാജ്ഭവനുകൾ ഏതൊക്കെ എന്നതുകൂടി നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പരിശോധിക്കാം. 3 രാജ്ഭവനുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് ഇപ്പോഴത്തെ ഈ രാജ്ഭവൻ, അതായത് ഇപ്പോൾ രാജ്ഭവൻ എന്ന നിലയിൽ പ്രവർത്തിക്കുകയും ഇനി ലോക് ഭവൻ എന്ന നിലയിലേക്ക് മാറാൻ പോവുകയും ചെയ്യുന്ന ആ ഗസ്റ്റ് ഹൗസ് എന്നതാണ്. മറ്റൊന്ന് ബോൾഗാട്ടി പാലസ് ആണ്. ബോൾഗാട്ടി പാലസ് ഇപ്പോഴും പ്രേക്ഷകർക്ക് പലർക്കും അറിയാം, ഒരു ടൂറിസം കേന്ദ്രത്തിൻ്റെ കൂടി ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് ബോൾഗാട്ടി പാലസ്. മറ്റൊന്ന് ദേവികുളം കൊട്ടാരം എന്നുള്ളതാണ്. അതായത് ഈ 3 രാജ്ഭവനുകൾ എന്ന നിലയിലാണ് നമ്മുടെ സംസ്ഥാനം രൂപീകൃതമാകുന്ന സമയത്ത് പ്രവർത്തിച്ചിരുന്നത്. അതിൻ്റെ പശ്ചാത്തലമടക്കം ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. അതേസമയം ഇപ്പോഴത്തെ ഈ രാജ്ഭവൻ മന്ദിരം, അതായത് ലോക് ഭവനായി മാറാൻ പോകുന്ന മന്ദിരം എന്നത് 1829 ആണ് നിർമ്മിച്ചത്. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, സ്വാതന്ത്ര്യലബ്ധിക്ക് തന്നെ മുമ്പ് നടന്നിട്ടുള്ള ഒരു നിർമ്മിതിയാണ് 1829 നിർമ്മിതി. ആ ചരിത്രം പേറുന്ന ഒരു വാസ്തുശില്പ ചാരുതയൊക്കെ നമുക്ക് ആ കെട്ടിടത്തിൽ കാണാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ, അതായത് ഈ 1829 ഇത് നിർമ്മിച്ചതിന് ശേഷം ഈ ബിൽഡിംഗ്, ഇപ്പോൾ രാജ്ഭവനായി പ്രവർത്തിക്കുന്ന ഈ കെട്ടിടം പ്രവർത്തിച്ചിരുന്നത് തിരുവിതാംകൂർ കൊച്ചി. ഓർക്കുക, അന്ന് ഈ കേരള സംസ്ഥാനം രൂപീകൃതമായിട്ടില്ല എന്നത്. ആ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റേത് എന്നൊക്കെ പറയാം ഗസ്റ്റ് പാലസ് എന്ന നിലയിൽ ആയിരുന്നു ഈ കെട്ടിടം പ്രവർത്തിച്ചിരുന്നത്. ഇനി പിന്നീട് ഈ കെട്ടിടത്തിൻ്റെ ഉപയോഗം മാറുന്നു എന്നുള്ളതാണ്. അത് 1914-18 കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ 1ാം ലോക മഹായുദ്ധ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ രാജ്ഭവൻ പ്രവർത്തിച്ചിരുന്നത് ട്രാവൻകൂർ ആർമിയുടെ ആസ്ഥാന മന്ദിരം ആയിട്ടാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിനുശേഷം ഇതേ കെട്ടിടം തന്നെ ആ ആർമിയുടെ ജനറൽ ചീഫ് ഓഫ് സ്റ്റാഫിൻ്റെ വസതിയായി മാറിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇതെല്ലാം 1ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ആണ് എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം ചരിത്രം പറയാനുണ്ട് അവിടുത്തെ കൽച്ചുവരുകൾക്ക് എന്നതാണ് പ്രേക്ഷകർ ഓർക്കേണ്ടത്. അങ്ങനെയൊരു നിർമ്മിതി കൂടിയാണ് രാജ്ഭവൻ എന്നതൊന്ന് ഓർമ്മിപ്പിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇതുമാത്രവുമല്ല, 1937 അന്നും കേരളം രൂപീകൃതമായിട്ടില്ല. അന്ന് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസ് എന്ന നിലയിൽ ഈ രാജ്ഭവൻ പ്രവർത്തിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പിന്നീട് കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നു. അങ്ങനെ 1956 ആണ് ഇപ്പോഴത്തെ രാജ്ഭവൻ നമ്മൾ ഔദ്യോഗികമായി രാജ്ഭവൻ എന്ന നിലയിലേക്ക് ഉപയോഗിക്കുന്നത്. പ്രിയ പ്രേക്ഷകരെ, നമ്മൾ പലപ്പോഴും ഈ രാഷ്ട്രപതി ഭവനെക്കുറിച്ചൊക്കെ വാർത്തകളിൽ നിറയാറുണ്ട്. രാഷ്ട്രപതി ഭവൻ ചിലപ്പോഴൊക്കെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കും. അത് ഈ വസന്ത കാലഘട്ടത്തിൽ ആണ്. അവിടെ പുഷ്പങ്ങളൊക്കെ നിറഞ്ഞ് ഏക്കർ കണക്കിന് ഭൂമിയാണ് രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മനോഹരമാണ് ഈ രാജ്ഭവൻ എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഡേറ്റകൾ കൂടിയാണ് ഒന്ന് പരിശോധിക്കേണ്ടതായി വരുന്നത്. അതായത് എന്തൊക്കെ സൗകര്യങ്ങൾ ആണ് ഈ രാജ്ഭവനിൽ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് 12 ഹെക്ടർ വിസ്തൃതിയിൽ ഉള്ള ഒരു ഭൂപ്രദേശം എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് തിരുവനന്തപുരം പോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ ഹൃദയഭൂമിയിൽ ഏതാണ്ട് 12 ഹെക്ടറിൽ അതിവിശാലമായ ഒരിടം ആണ് ഈ രാജ്ഭവൻ എന്നുള്ളതാണ്. അവിടെയും മനോഹരമായ ഉദ്യാനങ്ങൾ ഉൾപ്പെടെ ആണ് ഉള്ളത്. വളരെ മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നു. ഈ 12 ഹെക്ടർ വിസ്തൃതിയുള്ള ഭൂപ്രദേശത്ത് ആ കെട്ടിടം മാത്രമല്ല, അതിന് ചുറ്റുമുള്ള മനോഹരമായ ഉദ്യാനമുണ്ട്. ഒപ്പം വിശാലമായൊരു ലൈബ്രറി ഉണ്ട്. മനസ്സിലാക്കുന്നിടത്തോളം 6000-ത്തിലധികം
പുസ്തകങ്ങൾ ഈ വിശാലമായ ലൈബ്രറിയിൽ ഉണ്ട് എന്നതാണ്. 6000-ഓളം പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വലിയ ലൈബ്രറി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരു പബ്ലിക് ലൈബ്രറിയുടെ അത്രയും വലിപ്പമുള്ള വിശാലമായ ലൈബ്രറി എന്ന് തന്നെ പറയാം. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത് ഈ ക്വാർട്ടേഴ്സുകളുടെ എണ്ണമാണ്. 71 ക്വാർട്ടേഴ്സുകൾ എന്നുള്ളതാണ്. രാജ്ഭവന് കീഴിൽ വിവിധ വകുപ്പുകൾ ഏകീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പല പ്രവൃത്തികളും രാജ്ഭവന് കീഴിൽ നടക്കേണ്ടതുണ്ട്. അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അടക്കം ആണ് ഈ 71 ക്വാർട്ടേഴ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി പറയുന്ന കാര്യം കൂടി പ്രേക്ഷകർ എടുത്തു ശ്രദ്ധിക്കുക. രാജ്ഭവന് മാത്രമായി ഒരു തപാൽ ഓഫീസ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ കൗതുകകരമായെങ്കിലും പറയും ഈ ശബരിമല അയ്യപ്പന് പ്രത്യേകമായി തപാൽ ഓഫീസ് ഉണ്ട് എന്നത്. അതുപോലെ ഒരു വ്യക്തി എന്ന നിലയിലാണ് ശബരിമല അയ്യപ്പനെ കാണുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കത്തോ സംഭാവനയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ തപാൽ വഴി അങ്ങനെ അയ്യപ്പന് നൽകാം. അതുപോലെ തന്നെയാണ് രാജ്ഭവന് മാത്രമായി ഒരു തപാൽ ഓഫീസ് കൂടി ഉണ്ട് എന്നത് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് ഒരു ചരിത്രം എന്ന നിലയിൽ വളരെ പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ വിശദാംശങ്ങൾ നൽകി എന്നുള്ളതേ ഉള്ളൂ. ഇനി എന്താണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത്, അതായത് രാജ്ഭവൻ എന്തിനാണ് ഈ റീബ്രാൻഡ് ചെയ്യാൻ പോകുന്നത് എന്നത് ഞാൻ വിശദമായി പറയാം. അതിനു മുമ്പ് ഈ ചടങ്ങുണ്ടല്ലോ, അതായത് ഈ രാജ്ഭവൻ എന്നത് ലോക് ഭവനാക്കി മാറ്റുന്നത്, അത് ഗവർണർ രാജേന്ദ്ര അലേക്കർ ആണ് അത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്താൻ പോകുന്നത്. അതെന്ത് എന്ന് സാരംഗ് പറയും. കൊളോണിയൽ പൈതൃകം പേറുന്നു എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം 25-ാം തീയതിയായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തുടനീളമുള്ള ഗവർണർമാരുടെ വസതികളുടെ നാമം രാജ്ഭവനിൽ നിന്നും ലോക് ഭവനിലേക്ക് മാറ്റാനുള്ള വിജ്ഞാപനം ഇറക്കിയത്. കഴിഞ്ഞ വർഷം നടന്ന ഗവർണർമാരുടെ സമ്മേളനത്തിൽ ഇപ്പോഴത്തെ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ മുന്നോട്ട് വെച്ച ആശയമാണ് പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ഇങ്ങനെയൊരു പേരുമാറ്റം മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തത്. നിലവിൽ ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ വസതികളുടെ പേര് രാജ്നിവാസിൽ നിന്നും ലോക് നിവാസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പേരുമാറ്റിന് പിന്നിൽ പ്രധാനമായി പറയുന്നൊരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പേരായിരിക്കണം ഈ ഒരു ഇത്തരം വസതികൾക്കടക്കം നൽകേണ്ടത് എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്ഭവൻ എന്നത് ഒരു കൊളോണിയൽ പദമാണെന്നും ലോക് ഭവൻ അതായത് ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വസതി എന്നായിരിക്കണം പേരെന്ന് ഈ ഒരു ഗവർണർമാരുടെ അടക്കമുള്ള ഒരു നിർദ്ദേശമാണ് ഇത്തരത്തിലൊരു വിജ്ഞാപനമായും ഇപ്പോൾ പേരുമാറ്റവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കേരള ഗവർണർ ഇതുമായി സംബന്ധിച്ച് വിജ്ഞാപനം ഇറക്കുന്നതോടുകൂടി കേരളത്തിലെയും പേര് മാറും. അതായത് രാജ്ഭവൻ എന്നിൽ നിന്നും ലോക് ഭവനിലേക്ക് മാറി ലോക് ഭവൻ കേരള എന്ന പേര് നമ്മുടെ ഗവർണറുടെ വസതിക്ക് സ്വീകരിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇങ്ങനൊരു പേരുമാറ്റ പ്രക്രിയകൾ നടക്കുന്നുണ്ട്. അസമിലും മറ്റും കഴിഞ്ഞ ദിവസം ഈ ഒരു പേരുമാറ്റവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞു. തുടർന്ന് വരുന്ന മാസങ്ങളിലും ഈ പേരുമാറ്റം വരുന്നതോടുകൂടി രാജ്ഭവൻ എന്നത് ഓർമ്മയാകും. ക്യാമറമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. യെസ്, സാരംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്ഭവൻ ചരിത്രമാവുകയാണ്. ഇനി ലോക് ഭവൻ എന്നതാണ്. NDA സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷമാണ് ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൊളോണിയൽ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളൊന്നും വേണ്ട എന്ന തീരുമാനമൊക്കെ കൈക്കൊണ്ടത്. നമുക്കറിയാം, പ്രശസ്തമായ റിപ്പബ്ലിക് പരേഡ് നടക്കുന്നത് രാജ്പഥിൽ ആയിരുന്നു. നമ്മൾ നിരന്തരം വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഡൽഹിയുടെ രാജവീഥികളിലൂടെ ആണ് നമ്മുടെ ധീര സൈനികർ നടന്നു നീങ്ങുന്നത് എന്നതൊക്കെ ആലങ്കാരികമായി പറയാറുണ്ട്. എങ്കിൽ അത് പിന്നീട് കർത്തവ്യ പഥ് എന്ന നിലയിലേക്ക് പേര് മാറ്റി. അങ്ങനെ കൊളോണിയൽ സംസ്കാരമൊന്നും വേണ്ട, അതിൻ്റെ ശേഷിപ്പുകളുടെ ആവശ്യമില്ല, അതൊരു തരം അടിമത്തമാണ്, അതിൽ നിന്ന് മാറേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ രാജ്ഭവൻ എന്ന പേരിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജാവിൻ്റെ ഭവനം എന്നാണ്. അത് ലോക് ഭവൻ എന്ന മാറ്റത്തിലേക്ക് എത്തിയത് എങ്ങനെ എന്നുള്ളതാണ്. 2024 ഗവർണർമാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഗവർണർമാരുടെ യോഗം രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ ആണ് നടന്നത്. ആ 2024 ഗവർണർമാരുടെ യോഗത്തിൽ ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അത് മറ്റാരുമല്ല, അതാ നോക്കൂ, രാജേന്ദ്ര അലേർക്കർ തന്നെയാണ്. അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഗവർണർ ആയിട്ടുള്ള രാജേന്ദ്ര അലേർക്കർ തന്നെയാണ് ഇങ്ങനെയൊരു പേര് മാറ്റത്തെക്കുറിച്ച് സൂചിപ്പിച്ചത്. അതായത് ഈ രാജ്ഭവൻ എന്ന് പറയുമ്പോൾ അത് ഒരു രാജകീയമായ ഭവനം. രാജാവ് എപ്പോഴും നമുക്കറിയാം ഒരു ജനാധിപത്യ സംവിധാനമല്ലല്ലോ ഈ രാജാവിൻ്റേത്. രാജാവ് എന്ന് പറയുമ്പോൾ രാജാവ് തീരുമാനിക്കുന്നു, പ്രജകൾ അത് അനുസരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ജനങ്ങളുടെ വാക്കുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഈ രാജ്ഭവൻ വേണ്ട, നമുക്ക് ലോക് ഭവൻ എന്നാക്കിക്കൂടെ എന്ന സജഷൻ രാജേന്ദ്ര അലേക്കർ ആയിരുന്നു മുന്നോട്ട് വെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു നവംബർ 25-ന് ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കിയത്. അതായത് രാജ്യത്തെ രാജ്ഭവനുകൾ ഇനി ലോക് ഭവനുകൾ എന്ന നിലയിൽ ആയിരിക്കും അറിയപ്പെടുക എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, രാജ്ഭവൻ എന്നാൽ ഭരണാധികാരിയുടെ അല്ലെങ്കിൽ രാജാവിൻ്റെ വസതി എന്നതാണ്. അതേസമയം ലോക് ഭവനിലേക്ക് അത് മാറുമ്പോൾ അത് ജനങ്ങളുടെ വസതിയായി മാറുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതിലൊരല്പം രാഷ്ട്രീയം കൂടി നമുക്ക് പറയേണ്ടതായി വരും പ്രിയ പ്രേക്ഷകരെ. കാരണം
ഇതങ്ങനെ ലളിതമായി ഒന്നല്ല. ഒരു പക്ഷേ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, ഈ രാജ്ഭവൻ എന്നത് വാർത്തകളിലൊന്നും അധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരായിരുന്നില്ല പലപ്പോഴും. ഈ PSCക്കൊക്കെ ചോദിക്കുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മുടെ ഗവർണർ ആരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാത്രമായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായി പ്രത്യേകിച്ച് NDA അധികാരത്തിലേറിയതിനു ശേഷം ഗവർണർമാരുടെ പേരുകൾ നമ്മളിങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്നത് കേരളത്തിലും നമ്മൾ കേട്ടു. അത് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ആരംഭിച്ചപ്പോൾ ആണ് എന്നത് പ്രേക്ഷകർക്ക് ഓർമ്മ കാണും. പ്രത്യേകിച്ച് ഈ ബില്ലുകളുമൊക്കെയായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പാസ്സാക്കുന്ന ബില്ലുകൾ ഒപ്പുവെക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വലിയ ചർച്ചയാകുന്നു. ഇപ്പോഴിതാ ഇത് സുപ്രീം കോടതിയിൽ പോലും എത്തി നിൽക്കുകയാണ്. ഗവർണറുടെ അധികാരം, ബില്ലുകൾ തടഞ്ഞു വെക്കാനൊക്കെ അധികാരമുണ്ടോ എന്നതൊക്കെ സംബന്ധിച്ച്. അപ്പോൾ ഗവർണർ എന്നത് ഒരു ഭാഗത്ത് കൂടുതൽ പവർഫുള്ളാക്കുക എന്നത് NDA സർക്കാരിൻ്റെ ലക്ഷ്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവർണർ എന്നാൽ റബ്ബർ സ്റ്റാമ്പ് അല്ല എന്നും ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ പോലും ഇടപെടാൻ ഗവർണർക്ക് സാധിക്കും എന്നുള്ളത് കൂടിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ അതായത് രാജ്ഭവനുകളെ കൂടുതൽ ജനകീയമാക്കുക എന്ന ഒരു ലക്ഷ്യം ഈ നീക്കത്തിന് പിന്നിൽ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് ജനങ്ങളുമായി കൂടുതൽ സംവദിക്കുന്ന തരത്തിലേക്ക് രാജ്ഭവനുകളുടെ പ്രവർത്തനങ്ങളെ മാറ്റുക, ആ നിലയിലേക്ക് ഇറങ്ങിച്ചെല്ലുക. നമ്മൾ ഇതിനു മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്തടക്കം അതൊക്കെ ശ്രദ്ധിച്ചതാണ്. പല കാര്യങ്ങളിലും മാധ്യമങ്ങളോട് വന്ന് പ്രതികരിക്കുന്ന ഗവർണർ കണ്ടതാണ്. അതിന് മുമ്പൊന്നും അത്തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പോൾ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ലോക് ഭവനുകൾ ആക്കി മാറ്റുക എന്നത് തന്നെയാണ് ഇതിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗവർണർമാരുടെ സാന്നിധ്യം, അതായത് പലപ്പോഴും ഗവർണർ എന്നത് അങ്ങനെ ഒരു പോസ്റ്റിൽ ഇരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാറില്ല എങ്കിൽ ഗവർണർമാരുടെ സാന്നിധ്യം എന്നത് കൂടുതൽ പ്രത്യക്ഷമാക്കുക എന്ന ഒരു അജണ്ട വളരെ കൃത്യമായി ലോക് ഭവനിലേക്ക് മാറ്റുമ്പോൾ ഉണ്ട്. ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുക, അതിലൂടെ ഒരു പക്ഷേ ഈ ഗവർണർ എന്ന പദവി കൂടുതൽ ജനകീയമാക്കുക എന്നതുകൂടിയാണ് ലക്ഷ്യമിടുന്നത് NDA സർക്കാർ എന്നുള്ളതാണ്. ഇതാണ് ഈ രാജ്ഭവനിൽ നിന്ന് ലോക് ഭവനിലേക്കുള്ള പേരുമാറ്റത്തിലൂടെ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും അങ്ങനെ രാജ്ഭവൻ ചരിത്രമാവുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ രാജ്ഭവൻ ചരിത്രമാകുമ്പോൾ ഓർക്കേണ്ടത് ഇപ്പോഴത്തെ ഈ രാജ്ഭവൻ്റെ ചുമതല എന്നത് രാജേന്ദ്ര അലേർക്കർക്ക് ആണ് എന്ന് നമുക്കറിയാം. ആ ചരിത്രത്തിലേക്ക് വളരെ പെട്ടെന്ന് പോകുമ്പോൾ ഇതിനു മുമ്പ് ഇരുന്നവരുടെ ഒരു പട്ടിക പരിശോധിച്ചാൽ 29 ഗവർണർമാർ ആണ് ഈ രാജ്ഭവൻ, ഇത് ലോക് ഭവനായി മാറുന്നതിന് മുമ്പ് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ വനിതകൾ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് PS റാവു ആണ്. ഇപ്പോഴത്തെ ഗവർണർ അത് രാജേന്ദ്ര അലേക്കറിലേക്ക് എത്തി നിൽക്കുന്നു. അതിനിടെ 3 വനിതാ ഗവർണർമാർ കൂടി നമ്മുടെ രാജ്ഭവനിൽ ഔദ്യോഗികമായ പദവികൾ അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഏറെ ചരിത്രം പറയാനുള്ള രാജ്ഭവൻ ആണ്. ഇനി പേര് മാറുന്നത്, രാജ്ഭവൻ എന്നത് മാറുന്നു. ഇനി മുതൽ നമുക്ക് വാർത്തകളിലടക്കം പ്രേക്ഷകർ കേൾക്കാൻ പോകുന്നത് ഗവർണറുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ രാജ്ഭവൻ എന്നായിരിക്കില്ല ഞങ്ങൾ പറയുക, ലോക് ഭവൻ എന്നായിരിക്കും. അങ്ങനെ ഒരു മാറ്റം ആണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത്.